പ്രകൃതിയുമായിട്ട് നേരിടപാടിലാകാനുള്ളത് സുതാര്യ മൂല്യങ്ങളാണ്. അതിന്റെ എണ്ണം പറഞ്ഞാൽ തീരില്ല. ഇന്ന് നമ്മൾ പറയുന്നത് സത്യനിഷ്ഠ അല്ലെങ്കിൽ വിശ്വാസ്യത എന്ന ഒന്നിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റഗ്രിറ്റി ബിൽഡ് ട്രസ്റ്റ് ബൈ അലൈനിങ് വാല്യൂസ്, വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. സത്യനിഷ്ഠ അഥവാ ഇന്റഗ്രിറ്റി, സത്യനിഷ്ഠ എന്നത് സത്യത്തെ അറിയുക മാത്രമല്ല, സ്വന്തം മൂല്യങ്ങളും വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഏകത നിലനിർത്തുന്ന ജീവിതമാണ്. വാക്ക് പാലിക്കുകയും തെറ്റുകൾ ഏറ്റെടുക്കുകയും ധർമ്മത്തോട് സ്ഥിരത പുലർത്തുകയും ചെയ്യുമ്പോൾ വിശ്വാസ്യത വളരുന്നു. ഒളിമ്പസ് ദർശനത്തിൽ സത്യനിഷ്ഠ മനോസുതാര്യതയെയും വിശ്വാസത്തെയും സാമൂഹിക സമാധാനത്തെയും സുസ്ഥിര ജീവിത വിജയത്തെയും വളർത്തുന്ന പ്രധാന മൂല്യമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഗാന്ധിജിയുടെ ചിത്രത്തോടു കൂടിയാണ് നമ്മൾ ഈ പോസ്റ്റർ കണ്ടത്. ഗാന്ധിജി എന്നുള്ളത് സത്യത്തിന്റെ, സത്യനിഷ്ഠയുടെ പ്രതീകമാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിൽ നുണ പറയുന്നവരുണ്ടെങ്കിൽ പോലും ഗാന്ധിജിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഒന്ന് ആ വിധത്തിലായിത്തീരും. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബിംബമാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ സത്യനിഷ്ഠയാണ് അതിൽ ഏറ്റവും പ്രധാനമായത്. തനിക്ക് അബദ്ധം പറ്റിയാൽ അബദ്ധമാണെന്ന് തുറന്നു പറയാനുള്ള അദ്ദേഹത്തിന്റെ ആർജവം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വിപുലപ്പെട്ടതാക്കിയത്. എനിക്ക് ചെറുപ്പത്തില് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു പേരാണ് സ്ഥിരതയില്ലാത്തവൻ. ഒരിക്കൽ പറയുന്നതല്ല, പിന്നീട് മാറ്റിപ്പറയില്ല. അപ്പൊ മാറ്റിപ്പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിന് പണ്ട് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യമായതുകൊണ്ട് ഞാൻ മാറ്റിപ്പറയുന്നു എന്ന് പറയുമ്പോ ഈ മാറ്റിപ്പറച്ചിൽ പറയുന്നത് ശരിയല്ല എന്നാണ് സമൂഹം പറഞ്ഞത്. ഗാന്ധിജി അങ്ങനെയല്ല പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞതാണ് എടുക്കേണ്ടതെന്ന്. ഇത് എന്തുകൊണ്ടാണെന്നുള്ള ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടം, വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എന്നിലുണ്ടായത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് തിരുത്തൽ വേണ്ടി വന്നാൽ തിരുത്തേണ്ടതുണ്ടെന്നും തിരുത്തി എന്ന് വിളിച്ചു പറയേണ്ടതുണ്ടെന്നും എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗാന്ധിജി എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ, അതായത് ഞങ്ങൾ സയൻസ് ക്ലബിൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് നിന്നും സാമൂഹ്യമായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത് ഗാന്ധി യുവമണ്ഡലം എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പോ അങ്ങനെ ഗാന്ധിയൻ ദർശനങ്ങൾ നമ്മളെ ഒളിമ്പസിനെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ ദർശനങ്ങളുടെ വിപുലപ്പെട്ട രൂപമാണ് ഡീപ് ഇക്കോളജി എന്നത് കൂടെ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ആർണേനായസ് ഗാന്ധിജിയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് അഹിംസയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പാരിസ്ഥിതിക ദർശനം ഉണ്ടാക്കി എടുത്തത്. അപ്പൊ ഇത്രയും ഞാൻ ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന ഒരു ആമുഖമായിട്ട് എടുക്കുക. അപ്പോ ഇതില് ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വിശ്വാസവും ബന്ധങ്ങളും ജീവിത വിജയവും ഒക്കെ നഷ്ടമാകുന്നത് നമുക്ക് കാണാനാവും, അല്ലെ? അത് നമ്മളൊരു കാര്യം പറയുന്നു, ചെയ്യുന്നത് വേറെയാണ്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ മുകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടമാവും, ബന്ധങ്ങളിൽ ഉലച്ചിൽ വരും. ഇത് ജീവിതത്തിൽ പ്രകടമായി കാണാനും പറ്റും. ജീവിത വിജയത്തെ നല്ലപോലെ ബാധിക്കുന്നത് നമുക്ക് കാണാനാവും. അപ്പോ ഒരു മിനിറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട്, അല്ലെ? സത്യനിഷ്ഠ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്. എന്താണ് സത്യനിഷ്ഠ എന്ന് പറയുന്നത്? സത്യത്തോട് ചേർന്നുള്ള ജീവിതം. സത്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് ഏത് കാര്യത്തിനും റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി എന്ന് പറയുന്നതിന് വ്യത്യസ്ത മുഖങ്ങളുണ്ട് എന്നുള്ളതാണ്, വ്യത്യസ്ത കാഴ്ചകൾ നമുക്കുള്ളത് കൊണ്ടുണ്ടാവുന്നത്, അല്ലെ? ഞാൻ നിൽക്കുന്നിടത്ത് നോക്കുമ്പോൾ എന്റെ കാഴ്ചപ്പാട്, എന്റെ വീക്ഷണ കോണത്തിലൂടെ കാണുന്നതാണ് എന്റെ സത്യം. മറ്റൊരാൾ വേറൊരു വീക്ഷണ കോണത്തിലൂടെ കാണുമ്പോൾ വേറൊരു സത്യം. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സത്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്, ഒരുമിച്ച് ചേരുമ്പോഴാണ് ആത്യന്തിക സത്യം എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഈ ആത്യന്തിക സത്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ പോരാ, മുകളിൽ നിന്ന് നോക്കണം. എല്ലാ ആംഗിളിൽ നിന്ന് കാണാനുള്ള ഒരു വഴിയിലൂടെ കാണണം. അതായത് മുകളിൽ നിന്ന് നോക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്. ഉപരിവ്യവസ്ഥയുടെ തലത്തിൽ നിന്ന് നോക്കണം. അതെല്ലാവർക്കും സാധ്യമായി ഇത് വരില്ല. പോട്ടെ, അവനവൻ നിൽക്കുന്ന ഇടം, ആ നിൽക്കുന്ന ഇടത്തോട്
നമുക്ക് സത്യസന്ധത ഉണ്ടാവണം. നാം നിൽക്കുന്ന ഇടത്ത് നിന്ന് നമ്മൾ സത്യത്തെ നോക്കുമ്പോൾ, ഒരു കാര്യത്തെ നോക്കുമ്പോൾ അതിൽ എന്ത് കണ്ടോ അതിനോടുള്ള നിലപാട്. പലപ്പോഴും നമ്മൾ പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളൊരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത് ഈ സത്യനിഷ്ഠയുടെ മുകളിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. അയാൾ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നതല്ല അയാൾ വിശ്വസിക്കുന്നത്, പക്ഷെ അയാൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു നീതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതിന്റെ എതിർപക്ഷം പറയുന്നവരെ പോലും നമുക്ക് ബഹുമാനത്തോടു കൂടി കാണാൻ കഴിയണമെന്ന് പറയുന്നത്. അപ്പോ സത്യത്തോട് ചേർന്ന ജീവിതത്തെയാണ് നമ്മൾ സത്യനിഷ്ഠ എന്ന് പറയുന്നത്. അവിടെ വാക്കിലും പ്രവൃത്തിയിലും ഏകത ഉണ്ടാവും. ഇതാണ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് സൂക്ഷിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയില്ല. അവിടെ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടെ കാണാൻ കഴിയും. അവർ പറയുന്ന മൂല്യങ്ങളിൽ സ്ഥിരത ഉണ്ടാവും. മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ധാർമ്മികതയെ കുറിച്ചുള്ള ബോധ്യമാണ്, അല്ലെ? അല്ലെങ്കിൽ ധാർമ്മികതയുടെ സവിശേഷതയാണ്. ആ മൂല്യങ്ങളുടെ സ്ഥിരത എന്നുള്ളത്, മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കില്ല, മൂല്യങ്ങളുടെ സ്ഥിരത നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഉള്ളിലും പുറത്തും തമ്മിലുള്ള കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു സുതാര്യത നമുക്ക് കാണാൻ കഴിയും. ഈ സത്യനിഷ്ഠ എന്നുള്ളത് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവരോട് വിശ്വാസം തോന്നുമല്ലോ. അപ്പോ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്, ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണെന്ന് സത്യനിഷ്ഠയുള്ളവരെ കാണുമ്പോൾ നമുക്ക് തോന്നും. അവരുടെ വാക്കിന് അവർ വില നൽകും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അവർ പറഞ്ഞ വാക്ക് പാലിക്കും. അതുകൊണ്ട് നമുക്ക് അവരെ വിശ്വസിച്ച് പുറകെ പോകാം. അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. അവരുടെ പെരുമാറ്റം ഉത്തരവാദിത്തമുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ വിശ്വസിക്കാം. സ്ഥിരത ഉള്ള സമീപനമായിരിക്കും. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ വാക്ക് മാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് അവരുടെ മുകളിൽ നമുക്ക് അവരുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവും. അതായത് അത്തരം വ്യക്തികൾ വിശ്വാസ്യത ജനിപ്പിക്കുന്നവരായിരിക്കും. ഈ സത്യനിഷ്ഠ എന്ന് പറയുന്ന ആ ഒരു ആശയം ശരിക്കും ഉണ്ടാകുന്നത് സ്വന്തം മൂല്യങ്ങളിലുള്ള വ്യക്തത കൊണ്ടാണ്. താൻ എന്താണ് പേറുന്നത്, സവിശേഷത എന്താണ്, താൻ പേറുന്ന സവിശേഷത എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത അവർക്കുള്ളപ്പോഴാണ് ഈ സത്യനിഷ്ഠ അവർക്കുണ്ടാവുക. താൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ വരുന്ന കാര്യത്തിനനുസരിച്ച് ഞാനിങ്ങനെ ഈ വെള്ളത്തിന്റെ ഷേപ്പിൽ മാറിക്കൊണ്ടേയിരിക്കും. അതേസമയം സത്യനിഷ്ഠയുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ എന്താണോ, തന്റെ ധർമ്മം എന്താണോ, തന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതെന്താണോ വ്യക്തമാണ്. അതിനനുസരിച്ച് കൃത്യമായിട്ട് നിലകൊള്ളാൻ കഴിയും. അതിനനുസരിച്ച് തെറ്റും ശരിയും തിരിച്ചറിയാൻ അവർക്ക് കഴിയും. നമ്മൾ വേറൊരിടത്ത് തെറ്റും ശരിയും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ സത്യനിഷ്ഠയുടെ ഒരു അവസ്ഥയിൽ താൻ നിൽക്കുന്ന മൂല്യം എന്തോ അതിനനുസരിച്ചുള്ള തെറ്റും ശരിയും എന്ന് തിരിച്ചറിയൽ അവിടെ അവർക്കുണ്ടാവും. അവരുടെ ഉള്ളിലുള്ള ധർമ്മത്തോട് പ്രതിബദ്ധത കാണിക്കും. ഈ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വിവേചിക്കുന്നിടത്ത് ഈ പ്രീ ജഡ്ജ്മെന്റ് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് ചെറിയ എററുകൾ വരാൻ സാധ്യതയുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ചെറിയ എററോടുകൂടിയാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുക. അതവിടെ ഇരുന്നോട്ടെ. എങ്കിൽ പോലും സ്വന്തം ധർമ്മത്തോട് പ്രതിബദ്ധത പുലർത്താൻ അവർക്ക് കഴിയും. ആ സ്വന്തം ധർമ്മത്തെ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ചെല്ലാനുള്ള ഒരു നിലപാട് ഈ സത്യനിഷ്ഠയുള്ളവർക്ക് ഉണ്ടാവും. അപ്പോ സത്യനിഷ്ഠയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. വ്യക്തതയുണ്ടാവും. അവർക്ക് കാര്യങ്ങളെ വിവേചിക്കാൻ അതിനകത്ത് വിവേകമുണ്ടാവും. ഈ സ്വന്തം ധർമ്മങ്ങളോടുള്ള പ്രതിബദ്ധത ഉണ്ടാവും. അവർക്ക് സ്വാർത്ഥമായിരിക്കാൻ കഴിയില്ല. അതിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയും. അപ്പൊ അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി നിൽക്കും. അവര് ഒരു വാക്ക് പറയുകയാണെങ്കിൽ അവർ ആ വാഗ്ദാനം പാലിക്കുന്നവരായിരിക്കും. നമുക്ക് അങ്ങനെയുള്ളവരോട് ഇടപെടുന്ന സമയത്ത് നമുക്കറിയാം, അവര് നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫർ അവർ പാലിക്കും, അവർ ചെയ്തിരിക്കും. നമുക്ക് അങ്ങനെയാണല്ലോ. ചില ആളുകളെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ പുള്ളിയോടല്ലേ പറഞ്ഞു അത് ചെയ്യും, അത് നടന്നിരിക്കും എന്ന് നമ്മൾ പറയും. അതൊരു ഉറപ്പാണ്. അവര് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞ വാക്ക് നമ്മളോട് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഉത്തരവാദിത്തം വരെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വാഗ്ദാനം പാലിക്കാൻ പറ്റുന്നത്. അവിടെ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയോ എററുകൾ പറ്റുകയുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ അവർ നമ്മളോട് ഇടപെടുകയും ചെയ്യും. അവർക്ക് ഇതിനകത്തൊരു എറർ പറ്റിയാൽ അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ ആ മനോസുതാര്യത എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സത്യനിഷ്ഠയുള്ളവരിൽ ആ മനസ്സിന്റെ സുതാര്യത കാണാൻ കഴിയും. ഈ മനസ്സിന്റെ സുതാര്യത കുറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവില്ല. നമുക്ക് വളരെ
ട്രാൻസ്പെറന്റ് ആയിട്ട് ഇടപെടാൻ കഴിയും, വളരെ ആത്മവിശ്വാസം കൂടും അല്ലെ. നമ്മൾ സത്യനിഷ്ഠ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യം വരുന്നില്ല. ഉള്ളില് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ കുറ്റബോധം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ തുറന്നിടപെടാൻ പറ്റുന്ന സമയത്ത് ആത്മവിശ്വാസം എന്നുള്ളത് വളരെയധികം ഡെവലപ്പ് ചെയ്തു വരും. അപ്പോൾ ആന്തരിക സമാധാനം വളരെ കൃത്യമായിട്ട് വളരും അല്ലെ. ഈ ആന്തരിക സമാധാനം വളരുകയും ആത്മവിശ്വാസം ശക്തമാവുകയും കുറ്റബോധമില്ലാതെ ഒരുതരം ബയസിങ്ങും ഇല്ലാതെ നമുക്ക് ഇടപെടാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് ബന്ധങ്ങൾ ഉണ്ടാവുക. അപ്പോ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള കാര്യങ്ങളുമായിട്ട് ശരിയായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിയും. ആ ബന്ധങ്ങളിൽ സുരക്ഷിതത്വം നിലനിർത്താൻ കഴിയും. അവിടെ വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാക്കാൻ കഴിയും. പരസ്പര ബഹുമാനം ഉണ്ടാക്കാൻ കഴിയും. ഇത് കുറച്ചു കാലത്തേക്കല്ല, ദീർഘകാലത്തേക്ക് ഈ ബന്ധം നിലനിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് സത്യനിഷ്ഠയുടെ ബന്ധങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എവിടേക്കാ പോകണം എന്നുള്ളത് മനസ്സിലാവുണ്ടാവും. പാരസ്പര്യം, പരസ്പരാനന്ദം എന്ന് പറയുന്ന കാര്യത്തിന്റെ അടിത്തറയാണ് ഈ പറയുന്നത്. ഇതൊന്നുമില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. പരസ്പരാനന്ദം എന്താണെന്ന് മനസ്സിലാവില്ല. സത്യനിഷ്ഠയുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. പരസ്പരാനന്ദം എന്താണെന്നും എവിടെ ഉണ്ടാകുന്നെന്നും എങ്ങനെ ഉണ്ടാകണമെന്നും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ജീവിത വിജയത്തെ ബാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് സത്യനിഷ്ഠ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസ്യത ഉണ്ടാവും. ആ വിശ്വാസ്യതയുള്ള വ്യക്തിത്വം ഉണ്ടാവും. അപ്പോ നമുക്ക് സ്ഥിരത ഉണ്ടാവും. ആ സ്ഥിരത എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് മുൻപോട്ട് നയിക്കും. കൃത്യമായിട്ടൊരു ഡിറക്ഷൻ നമുക്ക് നൽകും. അപ്പോ ഈ സത്യനിഷ്ഠയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത സ്വന്തം ധർമ്മത്തെ ഊന്നിക്കൊണ്ടാണല്ലോ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തുവാൻ പാകത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടാകുകയും ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു പരിശ്രമം ഉണ്ടാവുകയും ചെയ്യും. ഇത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് കാരണമാകുന്നുണ്ട്. ജീവിത വിജയം എന്നുള്ളൊരു കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് അവന്റെ ഒരു മാസീവ് ഫോഴ്സ് ആയിട്ട് അവന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ കഴിയും. നമ്മൾ ട്രാൻസ്പെറന്റ് ആകുന്നു, നമുക്ക് എന്താ പറയാ സ്ഥിരത ഉണ്ടാവുന്നു. ആ സ്ഥിരത എന്നുള്ളത് നമുക്ക് ഡിറക്ഷൻ തരുന്നു. അത് ദീർഘകാലത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ ദീർഘകാലത്തേക്കുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സാമൂഹ്യമായിട്ടുള്ള അംഗീകാരം ഉണ്ടാവും. കാരണം ജനങ്ങൾക്ക് നമ്മളെ വിശ്വാസമുണ്ട്, സമൂഹത്തിന് നമ്മളെ വിശ്വാസമുണ്ട്. ആ വിശ്വാസമുള്ള അവസ്ഥയിൽ നമ്മളോട് ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അയാളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അയാൾ അവിടെ നിൽക്കുന്ന എന്നേ ഉള്ളൂ എന്ന രീതിയിൽ ജനം നമ്മളെ ഇടും. അത് നമുക്ക് ഭയങ്കരമായിട്ട് സമാധാനം തരും. ലോകം നമ്മളെ എടുക്കുന്ന രീതിയിൽ നമുക്ക് സമാധാനം തരും. അപ്പൊ ഒളിമ്പസ് ഇതിനെ കാണുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ ധർമ്മവും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഏകതയായിട്ടാണ്. സത്യനിഷ്ഠ എന്ന് പറയുന്നത് ധർമ്മവും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഏകതയായിട്ടാണ്. അവിടെ മൂല്യങ്ങളും നമുക്ക് അകത്ത് മൂല്യങ്ങളുണ്ടല്ലോ, മൂല്യത്തിന്റെ വെളിപ്പെടലാണുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ഈ സ്വഭാവത്തിന്റെയും സ്ഥിരത അവിടെ ഉണ്ടാകും. സ്ഥിരത ഉണ്ടാകണമെന്നാണ് ഒളിമ്പസ് പറയുന്നത്. പിന്നെ ഉള്ളിലെ ഒരു സത്യം എന്നുള്ളൊരവസ്ഥ, പുറത്തെ ബിഹേവിയർ, ഈ രണ്ടും തമ്മിലുള്ള യോജിപ്പ്, അതിന്റെ യോഗം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ ഇത് സുതാര്യത എന്നാണ് പറയാ. അകത്തെ സത്യം, പുറത്തെ പെരുമാറ്റം, ഇവ തമ്മിലുള്ള ഈ കണക്ഷനാണ് സുതാര്യത എന്ന് പറയാ. ഈ സുതാര്യതയാണ് വിശ്വാസ്യതയായിട്ട് മാറുന്നത്. നമ്മുടെ ഈ സുതാര്യതയാണ്, മനോസുതാര്യതയാണ് വിശ്വാസ്യതയായിട്ട് മാറുന്നത്. ഈ വിശ്വാസ്യതയാണ് സാമൂഹ്യ വിജയത്തിന് കാരണമാകുന്നത്. അപ്പൊ ഇതിന്റെ ക്രമം ഇങ്ങനെയാണ്: മൂല്യബോധത്തിൽ നിന്ന് വ്യക്തതയിലേക്ക്, വ്യക്തതയിൽ നിന്നും പ്രതിബദ്ധതയിലേക്ക്, പ്രതിബദ്ധതയിൽ നിന്നും സ്ഥിരതയിലേക്ക്, സ്ഥിരതയിൽ നിന്നും വിശ്വാസ്യതയിലേക്ക്, സ്ഥിരതയിൽ നിന്നും നമ്മൾ സുതാര്യതയിലേക്ക്, സുതാര്യതയിൽ നിന്നും വിശ്വാസ്യതയിലേക്ക്, വിശ്വാസ്യതയിൽ നിന്നും ജീവിത വിജയത്തിലേക്ക്. ഈ വിധത്തിലാണ് സത്യനിഷ്ഠ നമ്മുടെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ സാമൂഹികമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിന്, പാരസ്പര്യത്തിന്, പരസ്പരാനന്ദത്തിന് അടിസ്ഥാന കാരണമാകുന്ന മൂല്യങ്ങളാണ് സുതാര്യ മൂല്യങ്ങൾ. ആ സുതാര്യ മൂല്യങ്ങളിൽ ഇന്ന് നമ്മൾ സംസാരിച്ച സത്യനിഷ്ഠ എന്ന് പറയുന്നത് സത്യത്തോട് ചേർന്ന് നമ്മുടെ അകവും പുറവും ഒന്ന് തന്നെയായി സൂക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ ഉള്ളിൽ സുതാര്യത ഉണ്ടാക്കും, സ്ഥിരത ഉണ്ടാക്കും, നമ്മുടെ അകവും പുറവും തമ്മിലുള്ള ഏകത ഉണ്ടാക്കും. അത് നമുക്ക് വിശ്വാസ്യത ഉണ്ടാക്കി തരും. അത് സമൂഹം നമ്മളെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും.
നമ്മളെ സമൂഹത്തിനോട് ഉള്ള ഒരു പ്രതിബദ്ധത പുലർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് നമ്മളെ ഏകതയിലേക്ക്, ഏകദാന ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. ഇത്രയും സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചെറിയ സാധനം സത്യനിഷ്ഠ എന്നുള്ള അവസ്ഥ ഉണ്ടാവണം. നമുക്കകത്ത് അതുണ്ടോ? എത്ര ശതമാനമുണ്ട്? അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നത് പരിശോധിക്കുക. ഈ അറിവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.